ഹായ് ഫ്രണ്ട്സ്, 37/2020 നോട്ടിഫിക്കേഷൻ കേരള PSC നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ലോഗിൻ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് വഴി ചെയ്യാം, അതല്ലെങ്കിൽ മൊബൈലിൽ പഫിൻ ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രൗസറുണ്ട്. ആ ബ്രൗസർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് വെച്ചിട്ട് മൊബൈലിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗസറാണ് പഫിൻ ബ്രൗസർ. ഓക്കെ, ഇനി ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ നമുക്ക് കേരള PSC തുളസി എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈലിൽ നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മൊബൈലാണെങ്കിലും അങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് കയറി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ട് ലോഗിൻ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഇത് പലരും ഡൗട്ടായിട്ട് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, പല കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യുക, നമ്മുടെ ക്രെഡൻഷ്യൽസ് അടിച്ചു കൊടുക്കുക, ലോഗിൻ പാസ്വേഡും യൂസർ നെയിമും അടിച്ചു കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയും. അപ്പോൾ നോട്ടിഫിക്കേഷൻസിൽ നമ്മുടെ ഓവർസീ ഗ്രേഡ് 3 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പലർക്കും ഇൻഎലിജിബിൾ എന്നിട്ടായിരിക്കും കാണിക്കുന്നത്, ബിടെക് പ്രത്യേകിച്ച് അധിക യോഗ്യതയുള്ളവർക്ക്. അപ്പോൾ ഇൻഎലിജിബിൾ വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും താഴെ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് അവിടെ ഒരു വലിയ പേജായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഏത് സെലക്ട് ചെയ്യണം, ഏത് ഈക്വലൻ്റ് ഓർ ഹയർ കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ വ്യക്തമായിട്ട് ഇനി വരുന്ന സ്ലൈഡുകളിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളത് ഐ ആം ഇൻഎലിജിബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന വിൻഡോ ആണിത്. അതായത് 1, 2, 3 പല 10th ലെവൽ അങ്ങനെ കുറേ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാം. ഇതൊന്നും നമുക്ക് വേണ്ടതല്ല. നമ്മൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കാണാൻ കഴിയാൻ നിങ്ങൾക്ക് 8th പോസ്റ്റ്, അതായത് 10th ലെവൽ NTC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്പർ 8ൽ കിടക്കുന്ന 10th ലെവൽ NTC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, അതിൻ്റെ സൈഡിൽ ഇക്വലൻ്റ് ഓർ ഹയർ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബിടെക് ആണെങ്കിൽ ബിടെക്, എംടെക് ആണെങ്കിൽ എംടെക് ഏതാണെന്ന് വെച്ചാൽ അതിനകത്ത് സെലക്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഏതാണ് പ്രൊഫൈൽ എൻ്റർ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ തെറ്റരുത്, 8th ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, 10th ലെവൽ NTC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മുടെ ഉയർന്ന യോഗ്യതയായിട്ട് നമുക്ക് ഡിപ്ലോമ ആയാലും ബിടെക് ആയാലും എംടെക് ആയാലും NTCയെക്കാളും ഉയർന്ന യോഗ്യതയാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഹാവിങ് ഇക്വലൻ്റ് ഓർ ഹയർ കൊടുത്തിട്ട് നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന സ്ക്രീനാണിത്. അപ്പോൾ അതിനകത്ത് ആർ യു എലിജിബിൾ ഫോർ ദിസ് പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ എന്നൊരിത് കാണും. അത് എസ് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.